with your keynote address. Thank you, Mole. Thank you so much. First of all, World Malayali Council, especially to all my lovely ladies for inviting me to be a part of this, event. And happy Women's Day. Parna Ummatiji Parna Pole, really proud to be a woman. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ത്രീകളും പറയുന്ന ഇത് തന്നെയായിരിക്കും, ദാറ്റ് ഇനിയും സ്ത്രീ ആയിട്ട് തന്നെ ജന്മം എടുക്കണം എന്നുള്ള കാര്യം. സോ എന്നോട് ബാബ ചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞത്, I told her that I'm not a good speaker or anything, but all I can share is my experience. അപ്പം എന്റെ ജേർണി അത് കുറെ പേർക്കൊക്കെ ബിഗ് ബോസ് വഴി ഇപ്പൊ അറിയായിരിക്കും, ബട്ട് സ്റ്റിൽ I would like to say few things. അത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ തോന്നി, എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഇന്ന് വനിതാ ദിനത്തിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അതിനു മുമ്പ് എനിക്ക് അടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I want to thank Malayali Association. Am I audible? Guys, am I audible? Yes. Okay, thank you. So എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൈത്തറീനെ പിടിച്ചു നിർത്തിയത് മലയാളി കൗൺസിൽ തന്നെയാണ്. ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള സപ്പോർട്ട് നമുക്ക് NRIസിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടാണ് നമ്മുടെ ബാലരാമപുരം കൈത്തറി ആണെങ്കിലും കൂത്താമ്പള്ളി ആണെങ്കിലും ഫുൾ ഓൾ കേരള കൈത്തറീനെ പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. സോ ബിഗ് താങ്ക് യു ആൻഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഈച്ച് വൺ ഓഫ് യു ഫോർ സപ്പോർട്ടിങ് ആർ ഇനിഷ്യേറ്റീവ്. അറിയത്തില്ലേ? I think hello. മറ്റേ ശോഭയല്ലേ ഇത്? ശോഭ ഒരു മീറ്റിംഗ്. അപ്പൊ പക്ഷെ ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കും. ഹലോ ഹലോ, You can continue. Shall I continue? ഒരു ഇടയ്ക്ക് എന്തോ ഒരു മാഡം പറഞ്ഞോളൂ. ഓക്കെ. സോ എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ശോഭ വിശ്വനാഥ്, and I would say I'm a proud social entrepreneur. And അത് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, I am also a designer, a child activist, now an actor. Also I'm a barefoot sari runner. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അല്ലേ? ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അതിൽ നമ്മൾ കണ്ടിന്യൂ, നമ്മുടെ എന്താണ് പാഷൻ അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് എന്റെ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു സക്സസ് ജേർണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞ ഒരു ഫെയിലിയറിൽ നിന്നാണ്. ഞാൻ എപ്പോഴും പറയും ഇത്, ദാറ്റ് മൈ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം എ ബിഗ് ഒരു ഫെയിലിയർ. ലൈഫിൽ ഒരു വലിയൊരു വീഴ്ച വീണതിൽ നിന്നാണ് ഞാൻ തുടക്കം ഇട്ടത് തന്നെ. വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ എന്റർപ്രൈസ്, ഒരു സംരംഭം തുടങ്ങിയത്. അതും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട്. ആൻഡ് ബേസിക്കലി രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ കൈത്തറിയില് എന്താ പറഞ്ഞ സംഭവിക്കുന്നത് എന്താണ് ഫ്രം there, I think I started taking life seriously. ഞാൻ ഇൻഡിപെൻഡന്റ് ആവണം, അതിനോടൊപ്പം തന്നെ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ വനിതകളെയും അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരുപാട് സ്ത്രീകളെ എംപവർ ചെയ്യണം എന്നുള്ള ഒരു ജേർണി ആയി പിന്നെ എന്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഇന്ന് ഞാൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന അല്ലെ, ലൈഫിൽ ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതുപോലെ ഓരോ ഓപ്പർച്യൂണിറ്റീസും ഓരോ ചാലഞ്ചസും ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ആക്കി എടുത്ത് എന്താ പറയാ മുമ്പോട്ട് പോയ. സോ what Weavers Village has given me is എന്താ പറഞ്ഞ of El Shaddai. Now 10 years ആയിട്ട് El Shaddai എന്ന് പറഞ്ഞ NGO-യിൽ ഞാൻ ട്രസ്റ്റി മെമ്പർ ആയിട്ടിരിക്കുകയാണ്. വേർ വി സപ്പോർട്ട് ദ ചിൽഡ്രൻ. നമ്മള് കുട്ടികളെ റെസ്ക്യൂ ചെയ്തിട്ട് അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ, അവർക്കൊരു എഡ്യൂക്കേഷൻ, എവറിഥിങ് വി ആർ പ്രൊവൈഡിങ്
And it's all because empathy എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതിപ്പം again ഞാൻ പറയുന്നില്ലേ, ഒരു there's only one life and like whatever you could do it എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ if we are like fortunate, നമ്മളൊരു പിസ്സ കഴിച്ച് കളയുന്ന കാശേ ആവുന്നുള്ളൂ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ. നമ്മള് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് എന്താ സോളോ ട്രിപ്പ് ആയിരുന്നു ഗോവ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ ഞാൻ കുട്ടികളെ സ്ട്രീറ്റ്സിൽ കണ്ടിട്ട് ആ ഒരു ഇനിഷ്യേറ്റീവ് അതിന്റെ പുറകെ ഞാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ സ്ട്രീറ്റിലെ കുട്ടികളും എന്റെ കുട്ടികളെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്, ആ എംപതി എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്, നമ്മുടേതല്ലാത്തതുകൊണ്ട് നമ്മളത് കണ്ണടച്ച് കളയുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരുപാട് കുട്ടികൾ ഡ്രഗ്സിലേക്കും അങ്ങനെ ഒരുപാട് തിങ്സ്. ആൻഡ് വി ഡോണ്ട്, ഇപ്പൊ നമ്മുടെ ആസ് ലോങ് ആസ് ലൈക്ക് നമ്മുടെ വീട്ടിൽ അത് സംഭവിച്ചില്ലെങ്കിൽ എന്തിനു നമ്മൾ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൽ ഇടപെടണം എന്നുള്ളൊരു കാര്യമാണ്. അത് മാറ്റിയിട്ട് ബി എ വോയിസ് ഫോർ യുവർ സെൽഫ് ആൻഡ് ഫോർ ദ അതേഴ്സ് എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെ പോലത്തെ ഒരുപാട് ഈവൻ കുട്ടികൾ മാത്രമല്ല സ്ത്രീകളും ചുറ്റുമുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് തൊഴിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം തന്നെയാണ്, ജോബ് ക്രിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു എന്താ പറഞ്ഞ MBA എടുത്തതും ഒരു സോഷ്യൽ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ദാറ്റ് ഇഫ് യു റിയലി വാണ്ട് മേക്ക് എ ഡിഫറൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി, that's the best way to do it. And അതുപോലെ തന്നെ ഒരു നല്ലൊരു ടീം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഒരു ആസ് എ ലീഡർ നമുക്ക് മുമ്പോട്ട് വെക്കാം, പക്ഷെ if we need to go a long distance, definitely you need a strong team. ഞാൻ ഒരിക്കലും പറയില്ല ഒരുപാട് പേര് വേണമെന്ന്, പക്ഷെ a bunch of people who believe in your dreams and like can be a part of നമ്മളെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഐ എം വെരി വെരി ലക്കി, എക്സ്ട്രീംലി ലക്കി ദാറ്റ് ഐവ് ഗോട്ട് ദാറ്റ് എന്താ എന്റെ ഐ എം കോസ് വി ആർ എന്ന് എപ്പോഴും പറയും. സോ അതുപോലെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് ഒരു ടീം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഹാവ് ദ ഡ്രീം ആൻഡ് എ വിഷൻ ബോർഡ്. ഇന്നിപ്പം തിരിഞ്ഞു നോക്കുമ്പം I think it's been 14 years now since I started Weavers Village, and from a small village or small town to now like reaching to the London Fashion Week. It's a big step. Like പക്ഷെ ഇതൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ വിഷൻ ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കാര്യമാണ്. Things which is happening now. So definitely I had a dream, and എന്റെ ഈ ഒരു ജേർണിയിൽ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടും അത് മുമ്പോട്ട് എനിക്ക് പോവാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഡ്രീംസ് ഒരു വിഷനിലേക്ക് ഞാൻ വലുതാവും തോറും അതൊരു വിഷനിലേക്ക് മാറിയതുകൊണ്ട് തന്നെയാണ്. സോ I always say that little girls with dreams become women with visions. So definitely ആ ഒരു ഡ്രീം നമ്മള് കുഞ്ഞിലെ തന്നെ നമ്മുടെ കുട്ടികളിൽ തന്നെ ആ ഒരു ഡ്രീംസ് നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. ദാറ്റ് ഡ്രീം ബിഗ്, ഡസന്റ് മാറ്റർ വെർ യു കം ഫ്രം എന്നുള്ളൊരു കാര്യം. ആൻഡ് വലുതാവും തോറും ആ ഡ്രീം വിഷനിലേക്ക് ആകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു എല്ലാ സപ്പോർട്ടും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. കുഞ്ഞിലെ തന്നെ അത് വാർത്തെടുക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് ഐ ഓൾവേസ് ബിലീവ്ഡ് ഇൻ മൈ സെൽഫ്. സ്പെഷ്യലി എനിക്ക് തോന്നുന്ന വീഴ്ചകളിൽ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അതിനെക്കാട്ടി ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ദാറ്റ് നമ്മളൊരു ലോങ് ജമ്പ് ചാടുമ്പോഴത്തേക്ക് ഒരു 4 സ്റ്റെപ്പ് നമ്മൾ ബാക്കിലേക്ക് എടുത്താലേ നമ്മൾ അത്രയും ദൂരേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും വീഴുമ്പോഴും അതൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ ജീവിതത്തിൽ എടുത്തിട്ട് എന്താ പറഞ്ഞ ഒരു പ്രാവശ്യം വീഴുമ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു നമ്മളെ ഗോഡ് അല്ലെങ്കിൽ ദൈവം നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നതാണ് അത്രത്തോളം നമ്മൾ മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു പോസിറ്റീവ് ഒരു കാര്യത്തിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് എന്റെ ലൈഫിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ ഒരു ട്രാജഡി ആ ഒരു സംഭവം സംഭവിച്ചപ്പോ തന്നെ ഞാൻ അതൊരു I took it as a challenge, and like I focused myself on something I love to do, rather than crying and like
ചുമ്മാ വെറുതെ ഇരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ആൻഡ് യു എവ്രി വൺ ആർ ബ്ലെസ്. നമ്മൾ ഓരോരുത്തരും സ്പെഷ്യലി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കേഴ്സ് ആണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതൊന്നുമല്ല, വലുതാണ്. സോ അത് ആ ഒരു എന്താ പറഞ്ഞ, ഓരോ വീഴ്ചകളും ഓരോ ഹേർഡിൽസും ഒരു ബേണിംഗ് ഒരു ഫയർ ആയിട്ട് നമ്മൾ ഉള്ളിലെടുത്ത് മുമ്പോട്ടേക്ക് പോവാന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് us ആസ് ലോങ് ആസ് നമ്മള് ഇതുപോലെ തന്നെ എന്റെ ലൈഫിലാണെങ്കിൽ ഓരോ കാര്യങ്ങള് ആ ഒരു ചേഞ്ച്. ഞാൻ ഇന്നലെ എന്റെ കോളേജിൽ പോയിരുന്നു. I studied in Amrita School of Business, and yesterday I went back to my college after 15 years or 16 years as a guest of honor. And I can't even explain to you it was a moment in my life, you know. പഠിച്ച് ഇറങ്ങിയതിനു ശേഷം അതേ കോളേജില് തിരിച്ച് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് കയറി പോവാന്ന് പറയുമ്പോ, ആൻഡ് ഞാൻ കുട്ടികളോട് ഷെയർ ചെയ്യായിരുന്നു ഞാൻ എന്തുമാത്രം മാറി എന്നുള്ള ഒരു കാര്യം. ഒരു പോസിറ്റീവ് ചേഞ്ച് എന്നില്ല. അതിന് ഏറ്റവും വലിയൊരു ഫിയർ ആയിരുന്നു ക്രൗഡിനെ ഫേസ് ചെയ്യാ. അതായത് MBA പഠിക്കുമ്പോൾ തന്നെ പ്രസന്റേഷൻ ദിവസം എനിക്ക് എന്നും അസുഖമാണ്. ബിക്കോസ് അത്രയ്ക്ക് എനിക്ക് ക്രൗഡ് ഫിയറും ഒറ്റയ്ക്ക് മൈക്ക് പിടിച്ച് സംസാരിക്കാന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ഫിയർ. ആൻഡ് അതൊക്കെ മാറി ഇന്ന് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോ ഇത്ര കോൺഫിഡൻസോട് കൂടി, ഐ തിങ്ക് ആ ചേഞ്ച് എന്നിൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. സോ ഫസ്റ്റ് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ദാറ്റ് സെൽഫ് ലവ് ആൻഡ് ആ ഒരു സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ് യു നീഡ് ടു സേവ് യുവർ സെൽഫ്, സേവ് ഫ്രം എനി സിറ്റുവേഷൻ, നമ്മൾ തന്നെ അത് വിചാരിക്കണം. നമ്മളെ കൊണ്ട് വേറെ ആർക്കും, പലർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് ക്യാൻ ബി ദെയർ ആസ് എ സപ്പോർട്ട്, ആസ് എ യുനോ, ഒരു ദിവസം 2 ദിവസത്തേക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ യുവർ പെയിൻ ഇസ് യുവർ പെയിൻ. Whatever you're going through, only you will understand, and you have to come out of that trauma or whatever it is. And very, very important, not just physical health, your mental health too. So always stay happy and healthy. നമ്മൾ ഹെൽത്തി ആയിരുന്നാലേ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽഫ് ലവ്, നമ്മളെ പറ്റി ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റൂ. നമ്മുടെ കമ്മ്യൂണിറ്റീനെയും നമുക്ക് എന്തൊക്കെയാണ് ലൈഫിൽ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ പറഞ്ഞു പോണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. I'm like chatter box. I'm like non stop ആണ്. സോ ഐ തോട്ട് there will be a moderator. ആരെങ്കിലും എന്നോട് സംസാരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് അറിയില്ലായിരുന്നു ഞാനിങ്ങനെ റേഡിയോനെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന്. ബട്ട് എനിവേസ്, what do I say? Like I really want to wish everyone that എന്താ പറഞ്ഞ, നമ്മള് ഒരു ഹോം മേക്കർ ആയിട്ട് മാത്രമല്ല, ബിക്കോസ് ലൈഫിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലൈഫ് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ. സോ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു കാര്യം, ദാറ്റ്സ് എ കീ ആണ് നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസിന്റെ. യുനോ, നമ്മുടെ ലൈഫിലെ ഡ്രൈവർ സീറ്റിൽ നമ്മൾ തന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പം സോ പ്ലീസ് ഡോണ്ട് ഗിവ് ഇറ്റ് ടു എനിബഡി എൽസ്. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് യു നീഡ് ടു ഹാവ്. സോ ഡസന്റ് മാറ്റർ നമ്മൾ എത്ര ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലി നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്കാണ് കയറി പോകുന്നത്. ഡസന്റ് മാറ്റർ. യുനോ, നമ്മൾ അധ്വാനിച്ച് 1 രൂപയെങ്കിൽ 1 രൂപ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ആൻഡ് എസ്പെഷ്യലി നൗ ലൈക്ക് ബിസിനസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എപ്പം വേണമെങ്കിലും തുടങ്ങാം എന്നുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാലത്ത് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എന്താ പറഞ്ഞ, നിങ്ങൾ വേറെ എന്ത് ചെയ്താലും അതിന് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതിനൊരു എക്സ്ക്യൂസോ ഒരു ഇതും മുടക്കവും പറയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക്, ആൻഡ് സ്പെഷ്യലി എന്താ പറഞ്ഞ, ഒരു ഓൺട്രപ്രനർ ആയിട്ടില്ല, ഞാൻ പറയുന്ന ഒരു സോഷ്യൽ ഓൺട്രപ്രനർ ആയിട്ട്. അതായത് നമ്മള് പ്രോബ്ലംസ് ചുറ്റുമുണ്ട്, അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രം മതി. യു അണ്ടർസ്റ്റാൻഡ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ക്രിയേറ്റ് ആൻഡ് ഡെലിവർ അറ്റ് ദ റൈറ്റ് ടൈം ടു ദ റൈറ്റ് പീപ്പിൾ എന്നുള്ളൊരു കാര്യമാണ്. സോ അതിന് എല്ലാ സപ്പോർട്ടും എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. സോ what else to say? Like and also I do expect ഇനിയും നമ്മുടെ WMCന്റെ സപ്പോർട്ട് to our children of El Shaddai. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ I know that you guys will do it, and you've been doing it. So I really want to thank you guys from the bottom of my heart that ഇത്രയും നാളായിട്ട്
15 years ആയിട്ട് എന്താ ഒരു മാറ്റം പ്രൗഡ്. ഈ പറഞ്ഞ പോലെ ഓരോരോ ഞാൻ റോളും എന്റെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞാൻ പ്രൗഡാണ്, ഈവൻ ആസ് എ വീവർ. ബട്ട് അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഡെഫിനറ്റ്ലി വെൻ ഐ സേ ദാറ്റ് ഐ ആം എ വുമൺ ഒരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ അഭിമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ. സോ ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ വോയിസ് ഫോർ വിമൻ and I want to leave ഈ പറഞ്ഞ പോലെ every day is a women's day. Yes, we should celebrate womanhood. So okay. Now I would like to invite Mr. Shain Chandra Senan, the WMC Middle East Region President, for his felicitation. വളരെ ശക്തിയായ ബാബർ സാമുവൽ, ജനറൽ സെക്രട്ടറി. കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ചുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ. ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നൊരു പമ്പാ ഗണപതി പാരിന്റെ അധി. ഹലോ, കേൾക്കാമല്ലോ? Can you hear me? കേൾക്കാം, പറഞ്ഞോളൂ മേഡം. സർ, നമസ്കാരമുണ്ട്. खुशियों के रंग हर आंसू बनेगा एक नई तरंग. हाँ, बेखौफ आजाद है बहना मुझे, बेखौफ आजाद है रहना मुझे, बेखौफ आजाद है बहना मुझे, बेखौफ आजाद है रहना मुझे. दीवारें ऊंची है, गलियां है तंग, लंबी डगर है पर हिम्मत है संग. पाँवों पे छाले है, सांसें बुलंद, लड़ने चली हूँ आजादी की जंग. बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे, बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे, बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे. Chairman of the meeting, chairperson of the meeting. President Baba Rachel, Secretary Sarini Binoy, Treasurer Hamna Faisal, Middle East Region ശക്തനായ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ, പ്രിയ സുഹൃത്ത് ജെറോ വർഗീസ്, ജനറൽ സെക്രട്ടറി, ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മുത്തായി സാർ, വൈസ് പ്രസിഡന്റ് രാജേഷ് എം പിള്ള, അതുപോലെ തന്നെ ബാബു തെങ്ങളത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ KP കൃഷ്ണകുമാർ സാർ. വളരെ സന്തോഷമുള്ളത് മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ ഇന്നത്തെ പരിപാടിയിൽ അമേരിക്ക റീജിയൻ്റെ പ്രസിഡന്റ് ജോൺസൺ തലച്ചേരി സാർ പങ്കെടുക്കുന്നുണ്ട്.
അമേരിക്കൻ റീജിയൻ്റെ വിമൻസ് ഫോറം പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡന്റ് മേഴ്സി മാഡം, അതുപോലെ തന്നെ സിന്ധു ഹരീഷൻ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. വളരെ സന്തോഷമുള്ള ദിവസമാണ്. വേൾഡ് മലയാളി കൗൺസിലിനെ സംബന്ധിച്ച് 3ാമത്തെ വിമൻസ് ഫോറം പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്. രാവിലെ വിമൻസ് ഫോറം ബഹ്റിൻ നൽകിയ എന്താ പറയുക, കാരുണ്യത്തിൻ്റെ കൈകളോടുകൂടിയാണ് ഇന്നത്തെ വിമൻസ് ഫോറത്തിൻ്റെ പരിപാടികൾ തുടങ്ങിയത്. തന്നെ വളരെ നല്ലൊരു ദിവസമാണ്. ആദ്യമേ തന്നെ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയനെ ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം പ്രതീക്ഷയിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ നേടിയത് വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയനാണ്. അതിൻ്റെ വനിതകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കേരള ഗവൺമെൻറ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തുടങ്ങി. അതിൻ്റെ ഭാഗമായി 25,118 സംരംഭങ്ങളാണ് തുടങ്ങിയത്. അതിൽ 17,600 വനിതകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ രാജ്യങ്ങളെയും പോലെ ഇന്ത്യയിൽ വനിതകൾ പിന്നോട്ടാണെന്ന് പറയുമ്പോഴും കേരളം വളരെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 28 കോടി രൂപയാണ് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയത്. അതിൽ 70% വരുമാനം ഉണ്ടാക്കിയത് വനിതാ സംരംഭകരാണ്. 42,000 പേർക്കാണ് ഇതുവഴി തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ വനിതകൾ വളരെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തെളിവുകളാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ കണക്കുകൾ എടുത്തതെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. എല്ലാവർക്കും അറിയുന്ന പോലെയാണ് കേരളം കുടുംബശ്രീ എന്ന് പറയുന്നൊരു മാതൃക ലോകത്തിന് മുമ്പിൽ കാണിച്ചത്. അച്ചാർ തുടങ്ങി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി, പപ്പട നിർമ്മാണം തുടങ്ങി, ഈ സേവനങ്ങൾ തുടങ്ങി, ന്യൂട്രി മിക്സ് യൂണിറ്റുകൾ തുടങ്ങി, നാപ്കിൻ യൂണിറ്റുകൾ തുടങ്ങി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങി, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സൂപ്പർ മാർക്കറ്റുകൾ, ഡേ കെയർ സെൻറ്ററുകൾ തുടങ്ങി ഒത്തിരിയധികം സംരംഭങ്ങൾ ഇതിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 1,46,000 സംരംഭങ്ങളാണ് ഈ കുടുംബശ്രീ വഴി നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിലേറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീകൾ പുരുഷന്മാർക്ക് 32,000 യൂണിറ്റുകൾ പുരുഷന്മാർക്കായിട്ട് അയൽക്കൂട്ടം എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 46 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നൊരു സംരംഭമായി വനിതകൾ കുടുംബശ്രീ എന്നൊരു വലിയ പ്രോജക്റ്റിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വനിതകളുടെ മുന്നേറ്റം കേരളത്തിൽ വളരെ വലുതാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. വനിതകൾ ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ പിന്നിലാണെന്നൊക്കെ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വളരെ വളരെ മുന്നിലാണ് വനിതകൾ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേൾഡ് മലയാളി കോഴ്സിൻ്റെ ഗ്ലോബലിൻ്റെ ഭാഗമായി അടുത്ത് നടക്കുന്ന പരിപാടി ബിസിനസ് അവാർഡ്സാണ്, ബിസിനസ് മീറ്റാണ്. തൊട്ടടുത്ത് തന്നെ ബിസിനസ് മീറ്റാണ് നമ്മുടെ അടുത്ത പരിപാടി. ഈ ബിസിനസ് മീറ്റിൽ ഞാനിന്ന് വേൾഡ് മലയാളി കോഴ്സിൻ്റെ ഗ്ലോബൽ ടീമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ബിസിനസ് മീറ്റിനകത്ത് വിമൻ ഇൻ ഓണ്ടർപ്രണർഷിപ്പ് എന്നതൊരു അവാർഡ് ഏറ്റവും നന്നായി ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന വനിതകൾക്കായി ഒരു പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തുന്നതിന് ഈ ദിനത്തിൽ എല്ലാവർക്കും പ്രത്യേക ആശംസകളും വനിതാ ദിനത്തിന് എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. Thank you. Next, I invite Mrs. Shashikumar Nair, the Global Treasurer, for his felicitation. ശശികുമാർ നായർ ലീവ് ചെയ്തു. ഇല്ല. Next. Let's move on to the group dance by the Bahrain province. Sorry, by the Jeddah province. मुझे कब थी खबर इसकी, मेरे मन के सिंहासन पर तू सदा को यूं बिराजेगा. माझे से लिपटी ये पतंग उड़ी जुड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए, दिल की पतंग देखो उड़ी उड़ी जाए, उड़ी उड़ी जाए, उड़ी उड़ी जाए, दिल की पतंग देखो उड़ी उड़ी जाए.
Now I would like to invite Mr. Rajesh Pillai, the global പറയാനില്ല. Empowered women, empower the world. Keep shining. Happy Women's Day to all the